നമസ്കാരം. ഒരു കാഴ്ച പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേളോത്ത് എത്തിയിട്ടുള്ളത്. നമ്മൾക്കറിയാം, നമ്മുടെ പയ്യന്നൂർ ടൗണിലെ ഹോട്ടലുകള്, ആശുപത്രികള്, ലോഡ്ജുകള് തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളുടെയും വേസ്റ്റുകള് നമ്മുടെ PWD ഓടയിൽ തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള മലമടക്കമുള്ള എല്ലാ വേസ്റ്റുകളും ഇവിടെ ഉള്ള ഓടകളിൽ തള്ളിയിട്ട് ആ ഓടകളിൽ നിന്ന് എല്ലാ വേസ്റ്റുകളും നാരങ്ങത്തോടിലും അതുപോലെ തന്നെ സമീപ സ്ഥലത്തുള്ള പുഴയിലുമാണ് ഡംപ് ചെയ്യുന്നത്. നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൽ പൊതുവെ പകർച്ചവ്യാധികള് വ്യാപകമായിട്ട് പടരുന്നു. പ്രത്യേകിച്ചിട്ട് മഞ്ഞപ്പിത്തം, അതിലൂടെ മരണം സംഭവിക്കുന്നു. ഡോക്ടറുമായിട്ട് സംസാരിച്ച സമയത്ത് ഹരിദാസൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ പച്ചവെളിച്ചം ഇട്ടിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്ന ഒരു സാധാരണ നമ്മളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മഞ്ഞപ്പിത്തം ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു വൈറസിന്റെ വകഭേദത്തോടു കൂടിയിട്ട് വളരെ ഗുരുതരമായ ഒരു സ്വഭാവത്തിലേക്ക് എത്തുന്നു. അങ്ങനെ മരണം സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഓടകളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം എന്താണ് എന്നത് നമ്മൾ കൺതുറന്ന് കാണണം. നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് വെറും കറുത്ത കളറാണ്. വീഡിയോയിൽ എങ്ങനെയാണ് ഇത് കാണുന്നത് എന്നത് പറയാൻ വേണ്ടി പറ്റില്ല. കറുത്തിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മാലിന്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മലിനജലം, അങ്ങേയറ്റം മലിനമായിട്ടുള്ള ഒരവസ്ഥയാണ് നിലവിൽ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതൊക്കെ നമ്മുടെ ആളുകള് വളരെ ഗൗരവത്തോടുകൂടി കാണണം. എല്ലാ വേസ്റ്റുകളും തള്ളിയിട്ട് ഡംപായിട്ട് കിടക്കുന്നു. ഇതാണ് പുഴയിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് കുറച്ചപ്പുറത്തെ പുഴയാണ്, വെയർഹൌസ് സൈഡാണ്, പുഴയാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്കറിയാവുന്ന ഒരു കാര്യം, നമ്മുടെ നാരങ്ങത്തോട് ഏറെ മലിനമാണ്. അതുകൊണ്ട് നഗരസഭയും അതുപോലെ തന്നെ PWD ഒക്കെ PWDയുടെ ചുമതലയിലാണ് ഡ്രെയിനേജ്, മഴവെള്ളം ഒഴുകിപ്പോകുന്ന ഓടകള് നമ്മുടെ PWDയുടെ ആണ്. അതുകൊണ്ട് ഇതിന്റെ സുരക്ഷിതത്വം, ഓടകളിൽ എന്ത് ഒഴുകുന്നു എന്നത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം നഗരസഭക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിലൊക്കെ മീനുണ്ട്, ഈ മീനൊക്കെ ആളുകൾ പിടിക്കും. ഇതൊക്കെ കണ്ടില്ല, എഴുതി തുള്ളുന്നുണ്ട്. ഈ മീനൊക്കെ ആളുകൾ പിടിച്ചിട്ട് നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ വിഷയം അതീവ ഗൗരവത്തോടുകൂടി കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം. പകർച്ചവ്യാധി കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. വൈറൽ ഫീവർ, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ കൊണ്ട് പൊതുവെ ജനങ്ങള് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാഴ്ചകള് കാണണം. ഇവിടെയുള്ള എല്ലാ ഹോട്ടലുകളും ഒരു സൗകര്യമില്ലാതെ, അവർക്ക് ഒരു തരത്തിലുള്ള ശുചീകരണ മാലിന്യ സംസ്കരണ സംവിധാനവും ഇല്ലാതെ തോന്നുന്നവരൊക്കെ പല സ്ഥലത്തും ഹോട്ടലുകൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തൊക്കെ ഇപ്പം നിരവധി രാത്രികാലത്ത് വലിയ കച്ചവടമാണ്. അതുപോലെ ചിക്കന്റെ പല വകഭേദങ്ങള് ഇവിടെ വിൽപ്പനയുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ആളുകൾ രാത്രി ഈ കേളോം ഭാഗത്ത് ഡംപ് ചെയ്യുന്ന കച്ചവടമൊക്കെ നടക്കണം. പക്ഷെ എല്ലാ മാലിന്യങ്ങളും പുഴയിലും ഓടകളിലും തള്ളുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന കാര്യം കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. ഈ വിഷയം അതീവ ഗൗരവത്തോടുകൂടി കാണണം. പയ്യന്നൂർ ഹെൽത്ത് ഇൻസ്പെക്ടറോട് പറഞ്ഞേക്കാം, നിങ്ങൾക്ക് വലിയ സംവിധാനങ്ങളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുണ്ട്, അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുകൊണ്ട് കൃത്യമായ നടപടികൾ ഓരോ ഹോട്ടലുകളും ലോഡ്ജുകളും ആശുപത്രികളിലും പൊതു ഓടകളില് മാലിന്യങ്ങൾ തള്ളുന്ന സ്രോതസ്സുകൾ കണ്ടെത്തി അതൊക്കെ തടയാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണം. ജനങ്ങളെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ ജലാശയങ്ങള് മലീമസമാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ നിസ്സംഗതയും അതുപോലെ തന്നെ നിങ്ങളുടെ നീതിബോധമില്ലായ്മയുമാണ് എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഈ വിഷയം അതീവ ഗൗരവത്തോടുകൂടി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊതുസമൂഹം തയ്യാറാവണം. ജനങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവണം. അസുഖം വരുന്നത് സാധാരണക്കാർക്കാണ്. ആ കാര്യം നമ്മൾ ഗൗരവത്തോടെ എടുക്കണം. ഇവരുടെ ഇത്തരം ദുഷ്ചെയ്തികൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.